രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആദിലയ്ക്ക് തെറ്റിയത് എവിടെയാണെന്ന് അറിയാമോ? കാലങ്ങളോളം കാത്തിരുന്ന് കയ്യിലേക്ക് കിട്ടിയ കനിയാണ് ഈ കുഞ്ഞ്, ആ വീട്ടുകാരുടെ. അവരുടെ പൊന്നുമോളാണ്. അവർക്ക് നല്ല സ്നേഹമാണ് ആ കുട്ടിയെടുത്ത്. ഒരു രീതിയിലും അവരതിനെ തള്ളി പറയുന്നില്ല. അവർക്ക് ആ കുട്ടിയോട് ഒരു വെറുപ്പുമില്ല. പക്ഷേ ഒരു വിഷത്തിന്റെ കൂടെ ജീവിക്കുന്നത് തെറ്റാണെന്ന് മാത്രമാണ് പറയുന്നത്. അവരിതിനെ എതിർക്കുന്നില്ല. ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എനിക്ക് ബോധ്യപ്പെട്ടതാണ്, ഞാൻ സംസാരിച്ചതാണ് അവരുടെ അടുത്ത്. എന്നോട് അവർ തുറന്നു പറഞ്ഞ കാര്യമാണ്. അവരത് അംഗീകരിക്കുന്നു. പക്ഷേ ആദില ഒരു വിഷമാണ്. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വൾഗർ ലാംഗ്വേജ് ആണ് അവൾ ഉപയോഗിക്കുന്നത്. ആ വൾഗർ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരിയുമായി നീ കൂടരുതെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ലെസ്ബിയൻസും അവർക്ക് അറിയത്തില്ല. അവർക്ക് അറിഞ്ഞൂടാത്ത കാര്യം അവരെന്തിനാ എതിർക്കുന്നത്? അവരുടെ വാപ്പ ഒരു സാധു മനുഷ്യനാണ്. അവരുടെ ഉമ്മ അതിനേക്കാൾ സാധുവാണ്. എൻ്റെ മകൾ ഇതുപോലെ പോയാൽ ഞാൻ അവിടെ ചെല്ലും, കാലുമടക്കി അടിക്കും, കല്ലെടുത്തെറിയും, നല്ല ഫസ്റ്റ് ക്ലാസ് തല്ലു കൊടുക്കും. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ കഴുത്തി പിടിച്ച് ഞെക്കാറുണ്ട് ഞാൻ, ദേഷ്യം വരുമ്പോൾ. പക്ഷെ അതിനകത്ത് ഒരു പിടുത്തുണ്ടാവും. അതെൻ്റെ പൊന്നു മോന ഇല്ലേ? അത് എല്ലാ വീട്ടുകാരും ഉണ്ടാവുന്നേ. ഞാനെന്തിനാ കരയണേന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ഫീൽ റിയലി സോറി ഫോർ ദാറ്റ് ഫാമിലി. നമ്മളുടെ വീട്ടിലുള്ള ഒരു കുട്ടി പുറത്തേക്ക് വന്ന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന എന്തെന്ന് നിങ്ങൾ കുറച്ചു നേരം ആലോചിച്ചാൽ മനസ്സിലാവും. വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ്. ആ കുട്ടികളെ വൃത്തികെട്ട കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ആദിലേക്കാണ്. നിങ്ങൾ രണ്ടുപേരും നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങളെ അംഗീകരിക്കും സമൂഹം, അക്സെപ്റ്റ് ചെയ്യും സമൂഹം. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളുടെ പ്രവൃത്തി ദോഷവും നിങ്ങളുടെ നാക്കുമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും അവരെ നാണം കെടുത്തും. നിങ്ങൾ എത്ര വലിയ കെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്, വൃത്തികെട്ട കാഴ്ച ഇറക്കരുത് എന്ന്. LGBTQ കമ്മ്യൂണിറ്റി വൃത്തികെട്ടതാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത് അവർ വൃത്തികെട്ടവരാണ്? അത് ജനറ്റിക് ഇഷ്യൂ ആണ്. അത് അങ്ങനെ സംഭവിച്ച വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ല, അവർക്കൊപ്പം നിങ്ങൾ ജീവിച്ചിട്ടില്ല, അവരനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അത് വൃത്തികെട്ട കാടാണോ ആദില? അത് വൃത്തികെട്ട കാടാണോ? ആ കുട്ടികൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്ക് അറിയുമോ? നാദിറ മെഹറിന് ഇന്നും ഒരു പോസ്റ്റ് ഇട്ട ഫേസ്ബുക്കിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ കണ്ടു നോക്കാം. കുണ്ടൻ, മറ്റത് മറിച്ചത്, തൂക്കിയിട്ടുണ്ട് നടക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? കുടിലതയും കുശാഗ്രതയും അസൂയയും മാത്രമേ നിങ്ങൾ അവിടെ പ്രതിഫലിപ്പിച്ചുള്ളൂ. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് വാഴയ്ക്ക് അവിടെ പോയി? ഈ സെൽഫിഷ്നെസ് നിങ്ങളെ കുഴിയിൽ കൊണ്ട് ചാടിക്കും. പൊതുസമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന്. നല്ല രീതിയിൽ കരുതലോടുകൂടി നിങ്ങളെ സംരക്ഷിക്കുന്ന കരങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും. പക്ഷെ അത് നിങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ആദിലയും നൂറയും ചെയ്ത തെറ്റിന്റെ ഡെപ്ത് എന്താണെന്ന് അവിടെ പൊട്ടിക്കരഞ്ഞ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് അനുമോൾ പറയുന്നിടത്ത് ആ ഒരു പോർഷനിലുണ്ട്. ഒരു വ്യക്തി സ്വയം നശിപ്പിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാണവേദനയുടെ അലറിക്കരയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവന്റെ വൃത്തികേട് എത്രത്തോളമാണെന്ന് ചിന്തിക്കുന്നവനിക്ക് ദൃഷ്ടാന്തമുണ്ട്. താങ്ക് യു. കൂടുതലിരുന്നാൽ കൂടുതൽ വഷളാവും. അതുകൊണ്ട്